ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം കൺസീൽഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇതൊരു കോമൺ ബാത്റൂമായിട്ടാണ് നിൽക്കുന്നത്. 2 ബെഡ്റൂം വരുന്നുണ്ട്. അത് 2 ബെഡ്റൂമിനും ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഡയറക്റ്റ് കയറി വരുമ്പോൾ തന്നെ ഡ്രസ്സിങ് റൂമാണ്. ഡ്രസ്സിങ് റൂമിൽ നിന്ന് തന്നെയാണ് ബാത്റൂമിലോട്ട് കയറുന്നത്. ഈ ഏരിയ ഡ്രസ്സിങ് റൂമാണ്. ഇതാണ് ബാത്റൂം. നല്ല നീളമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അത് കൂടുതൽ ലൈനുകളൊന്നും വരുന്നില്ല. നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്, ഹെൽത്ത് ഫോസറ്റ് വരുന്നുണ്ട്, ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്, അതേപോലെ ഹീറ്ററിൻ്റെ ലൈൻ വരുന്നുണ്ട്, സാധാരണ നോർമൽ ടാപ്പ് ഒന്നും വരുന്നുണ്ട്, ഷവർ വരുന്നുണ്ട്. ഇത്രയും ലൈന് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നല്ല നീളമുള്ള നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ച് ബ്ലേഡ് കൊണ്ടാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. ഈ കാണുന്നത് മിക്സ് ടാപ്പും അതുപോലെ ഹീറ്ററിൻ്റെ ലൈനും ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്രോസ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഔട്ട് സൈഡിലോട്ട് നമ്മൾ പോകുന്നതാണ്, അതായത് സോളാറിൻ്റെ അതിലോട്ട് പോകുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് ഹീറ്റർ വരുന്നത്. നമ്മൾ പിന്നെ ടൈലിൽ കനത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഈ തറ ഇനി ഒരു 4 ഇഞ്ചും കൂടെ കോൺക്രീറ്റ് കയറാനുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഹൈറ്റ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അളവെടുത്ത് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഈ സൈഡിൽ വാഷ് ബേസിൻ ലൈനും നമ്മൾ അതേപോലെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ ലൈനുകളൊന്നുമില്ല. നമ്മൾ ഇത് ഇടിക്കാൻ ഉപയോഗിച്ചേക്കുന്ന 5 ഇഞ്ച് ഹാമർ കൊണ്ടാണ്. കാരണം ഇത് മെഷീൻ കൊണ്ട് ഇടിച്ചില്ലെങ്കിൽ ഇടിയാൻ ഭയങ്കര താമസമാണ്. കാരണം ഇത് സിമെൻറ്റ് കട്ട ആയതുകൊണ്ടാണ് നമ്മൾ മെഷീൻ കൊണ്ട് കുത്തിക്കളയുന്നത്. എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന പൈപ്പുകൾ CPVCയുടെ പൈപ്പുകളാണ്. അതേപോലെ CPVCയുടെ ഫിറ്റിങ്സുകൾ തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ കാണുന്ന ബ്രാസ് എൽബോ, അതായത് 1/4 കര ബ്രാസ് എൽബോ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ ഭിത്തിയിൽ നിന്നും വെച്ചിട്ടുണ്ട്. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. കാരണം ടൈല് കൂടെ ഒട്ടിക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ടൈൽ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കുറേ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിബിൾ ഇടേണ്ടി വരും. നിബിൾ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് ലീക്കാവാൻ തുടങ്ങും. പിന്നെ എല്ലാം ഭിത്തിയിൽ ഫുള്ളും ലീക്കായിരിക്കും. അങ്ങനെ നമ്മൾ 2 ലൈനും സെപ്പറേറ്റ് ആണ് ഔട്ടിലോട്ട് അടിച്ചിട്ടേക്കുന്നത്. ഈ കാണുന്ന ഏരിയയ്ക്കും നമ്മൾ സെപ്പറേറ്റ് ആണ്. ഇവിടെയാണ് ടാപ്പ് വരുന്നത്, അതായത് മിക്സ് ടാപ്പ് വരുന്നത്. മിക്സ് ടാപ്പോ അല്ലെങ്കിൽ നോർമൽ ടാപ്പുകളോ നമ്മൾ മിക്സ് ടാപ്പിൻ്റെ അളവുകളാണ് വെച്ചേക്കുന്നത്. ഇനി ചാന്ത് ചെയ്ത് ഫില്ല് ചെയ്യാൻ നേരത്ത് സ്പിറ്റ് ലെവൽ കൊണ്ട് ലെവൽ നോക്കി കറക്റ്റ് ചെയ്യണം. ഇത് ഡയറക്റ്റ് നേരെ കയറിപ്പോൾ നമുക്ക് ഷവറിന് വേണ്ടിയിട്ടാണ്. ഇത് ഷവറാണ്. ബാക്കി ഇപ്പുറത്തോട്ട് വരുന്നത്, അതായത് തൊട്ട് താഴെ നിന്ന് തന്നെ നമ്മൾ വരുന്നത് ഒരു ടാപ്പിനും അതേപോലെ ഈ കാണുന്നത് ഹീറ്ററിനുമാണ്. ഹീറ്ററിന് നേരെ പോകുന്നതാണ്. ഹീറ്ററിൻ്റെ ചൂടുവെള്ളം വരാനുള്ള ഏരിയ ആണിത്. തൊട്ട് പല സൈഡിലുള്ളത് തണുത്ത വെള്ളം കയറാനും കയറി ഇറങ്ങി നിൽക്കാനുള്ള നമ്മൾ ആ പൈപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് എല്ലാം CPVCയുടെ തന്നെ പൈപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. CPVCയുടെ തന്നെയാണ് ബ്രാസ് എൽബോയും 45 ടീയും അതേപോലെ എൽബോകളും നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെ എല്ലാ സെറ്റിങ്ങുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഇവിടെ ടീ ഇട്ട്, അതായത് ഹീറ്ററിൻ്റെ ലൈൻ വരുന്ന ഭാഗം ടീ ഇട്ട് നമ്മൾ 45 ഇട്ട് വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഹീറ്ററിൻ്റെ ലൈൻ ക്ലോസ് ചെയ്തിട്ട് സോളാർ ലൈൻ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് സൈഡിലോട്ട് അടിച്ചിട്ടേക്കുന്നത്. ഈ ടീ അതിൻ്റെ ഗമ്മ് കൊണ്ട് തന്നെയാണ്, അതായത് സോൾവെൻറ്റ് CPVCയുടെ സോൾവെൻറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതല്ല ഔട്ട് സൈഡിലോട്ട് നമ്മൾ ഇട്ടേക്കുന്ന പൈപ്പ് നമ്മൾ ഉള്ളെടുത്താണ് നമ്മൾ പൈപ്പ് ഇട്ടേക്കുന്നത്. അതായത് 2 പൈപ്പുകളും തമ്മിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യൂബെൻറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. യൂബെൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് വെച്ചത്. ഗ്യാപ്പ് ഇട്ടാണ് വെച്ചേക്കുന്നത്. ഈ ഔട്ട് സൈഡിലോട്ട് പോകുന്ന സോളാറിൻ്റെ ലൈനാണ് പോകുന്നത്. ഇതെല്ലാം നമുക്കിനി വെള്ളം കയറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കിനി ഇത് ചാന്ത് വെച്ച് എല്ലാം ഫില്ല് ചെയ്യണം. നമ്മൾ ഇപ്പുറത്തെ സൈഡ്, അതായത് ഫ്ലഷ് ടാങ്കിൻ്റെയും ഹെൽത്ത് ഫോസിൻ്റെ സൈഡ് നമ്മൾ ചാന്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് ഓൾറെഡി വെള്ളം കയറ്റി ഇട്ടേക്കുവാണ്. അവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് നമ്മൾ ചാന്ത് വെച്ച് വിട്ടേക്കുന്നത്. അത് ഡയറക്റ്റ് നേരെ വന്ന് വരുന്നത് വാഷ് ബേസിൻ്റെ ഏരിയയിലോട്ടാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ വാട്ടർ ലൈനുകൾ. സിമ്പിളായിട്ട് ഉള്ളതാണ്, ബാത്റൂമാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.